ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളാണ്. ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ആ രാജ്യത്തെ ഉൽപ്പാദന രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ, കാര്യമായ വർധനവ് ഉണ്ടാവൽ നിർബന്ധമാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകമായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പാദനവും വരുമാനവും ചെലവും എന്നിവ വളരെയധികം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു രാജ്യത്ത് കൂടുതൽ ചെലവ് വർദ്ധിക്കുന്നതോടുകൂടെ കൂടുതൽ ഉൽപ്പാദനവും വർദ്ധിക്കുന്നു. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നു. നമുക്ക് വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ചാക്രികമായ ഒരവസ്ഥയാണ്, ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്. ഉൽപ്പാദനം വർദ്ധിക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നു, അതിനോടുകൂടെ ചെലവും എന്ത് ചെയ്യുക, വർദ്ധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രധാനപ്പെട്ട 3 രീതികൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി.